അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അത്തൻമീൻ ബില്ലൊം. ഒരു ലെറ്ററിന് തൻമീൻ ബില്ലൊമ്മ വന്നാൽ, അതായത് 2 ലൊമ്മ വന്നാൽ ആ ലെറ്റർ എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുക? ബ എന്നുള്ള ലെറ്ററിനാണ് തൻമീൻ ബില്ലൊമ്മ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ വായിക്കുക? ബാക്ക് ലൊമ്മ തൻമീൻ ബില്ലൊമ്മ ആയതുകൊണ്ട് തന്നെ ബാക്ക് ആദ്യം ഒരു ലൊമ്മ കൊടുക്കുക, അതിൻ്റെ കൂടെ ഒരു നൂൻ സാക്കിനെ കൊടുത്താൽ അതെങ്ങനെയാണോ റീഡ് ചെയ്യേണ്ടത് അതേ രീതിയിലാണ് തൻവീൻ ബില്ലൊമ്മ വന്നാലും റീഡ് ചെയ്യേണ്ടത്. ബാക്ക് തൻവീൻ ബില്ലൊമ്മ വന്നാൽ അത് റീഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ ഓരോ ലെറ്റേഴ്സിനും തൻവീൻ ബില്ലൊമ്മ വന്നാൽ അതെങ്ങനെ റീഡ് ചെയ്യേണ്ടത് നോക്കാം. ബാക്ക് ആവുമ്പോൾ ബൊൻ, തേക്കാണ് തൻവീൻ ബില്ലൊമ്മ വന്നെങ്കിൽ ത്വൻ, സ്വൻ, ജ്വൻ, ഹൊൻ, ഹൊൻ, ദ്വൻ, ദ്വൻ, റൊൻ, സ്വൻ, സ്വൻ, ഷ്വൻ, സ്വൻ, ദ്വൻ, ത്വൻ, ലൊൻ, ഒൻ, ഒൻ, ഫൊൻ, കൊൻ, ക്വൻ, ലൊൻ, മൊൻ, നൊൻ, ഹൊൻ, വൊൻ, യൊൻ. ഈ രീതിയിലാണ് ഒരു ലെറ്ററിന് തൻവീൻ ബില്ലൊമ്മ വന്നാൽ നമ്മൾ റീഡ് ചെയ്യേണ്ടത്. ഇനി ഒരു കെലിമത്തിൽ, ഒരു വേർഡിൽ തൻവീൻ ബില്ലൊമ്മ വരുമ്പോൾ ആ കെലിമത്ത് എങ്ങനെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുക? നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് തൻവീനുകൾ ഒരു ലെറ്ററിൻ്റെ ലാസ്റ്റിൽ, ഒരു കെലിമത്തിൻ്റെ ലാസ്റ്റിലാണ് വരിക. തൻവീനുകൾ ഒരു കെലിമത്തിൻ്റെ ലാസ്റ്റിലാണ് വരിക. അത് മുമ്പ് വീഡിയോസ് തൻവീൻ ബിൽ ഫത്തവും തൻവീൻ ബിൽ കസ്റും എല്ലാം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, എങ്കിലും ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പം ഇനി ഫസ്റ്റത്തെ വേർഡ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ കെലിമത്ത് അല്ലാബുൻ, അല്ലാബുൻ, അല്ലാബുൻ. ഇവിടെ ബാക്കാണ് തൻവീൻ ബില്ലൊമ്മ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ വായിക്കുക? ആ ലാ, അതുപോലെ തന്നെ. പിന്നെ ബാക്ക് തൻവീൻ ബില്ലൊമ്മ ആയതുകൊണ്ട് തന്നെ ബാക്ക് ഒരു ലൊമ്മ കൊടുത്തു, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നൂൻ സാക്കിനെ കൊടുത്താൽ അതെങ്ങനെയാണോ വായിക്കുക അതുപോലെയാണ് തൻവീൻ ബില്ലൊമ്മ വരുമ്പോൾ വായിക്കേണ്ടത്. അല്ലാബുൻ, അല്ലാബുൻ, അല്ലാബുൻ. ഓക്കെ, ആയാത്തുൻ, ആയാത്തുൻ. ഇവിടെ അംസക്ക് അലിഫ് മദ് വന്നതുകൊണ്ട് ആ എന്ന് വായിക്കണം. യാക്ക് അലിഫ് മദ് വന്നതുകൊണ്ട് യാ എന്ന് വായിക്കണം. തേക്ക് തൻവീൻ ബില്ലൊമ്മ ആയതുകൊണ്ട് ത്വൻ എന്നും വായിക്കണം. ആയാത്തുൻ, ആയാത്തുൻ. ഹസനത്തുൻ, ഹസനത്തുൻ. ഹറജുൻ, ഹറജുൻ, ഹറജുൻ. അസീസുൻ, അസീസുൻ. ഇവിടെ സാക്ക് കെസ്റാണ്, അപ്പോൾ യാമദ്ദാണ് വന്നിട്ടുള്ളത്. അസീസുൻ. ഹരീസുൻ, ഹരീസുൻ, ഹരീസുൻ. ഫാരിലുൻ, ഫാരിലുൻ, ഫാരിലുൻ. അഹ്വൻ, അഹ്വൻ, അഹ്വൻ. ഫിഅത്തുൻ, ഫിഅത്തുൻ, ഫിഅത്തുൻ. സനനുൻ, 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 സനനുൻ. ഉമമുൻ, ഉമമുൻ, ഉമമുൻ. ഉദുനുൻ, ഉദുനുൻ. റുസുലുൻ, റുസുലുൻ. വാബിലുൻ, വാബിലുൻ, വാബിലുൻ. ബലഉൻ, ബലഉൻ. ലാലിമുൻ, ലാലിമുൻ, ലാലിമുൻ. സിറാത്തുൻ, സിറാത്തുൻ, സിറാത്തുൻ. ആമിലത്തുൻ, ആമിലത്തുൻ. മുബാറക്കുൻ, മുബാറക്കുൻ, മുബാറക്കുൻ. സോഹിബത്തുൻ, സോഹിബത്തുൻ, സോഹിബത്തുൻ. ഒഫൂറുൻ, ഒഫൂറുൻ. അലീമുൻ, അലീമുൻ. വബിയഉൻ, വബിയഉൻ, വബിയഉൻ. ലലാലത്തുൻ, ലലാലത്തുൻ, ലലാലത്തുൻ. വറബുൻ,
ബാക്ക് ഷദ്ദയും തെൻമീൻ ബില്ലോമുണ്ട് ബുൻ വ റബ്ബുൻ വ റബ്ബുൻ കവിയുൻ യാക്ക് ഷദ്ദയും തെൻമീൻ ബില്ലോമുണ്ട് അപ്പം ഇങ്ങനെ വായിക്കുക കവിയുൻ കവിയുൻ ല അലിയുൻ ല അലിയുൻ സുമ്മൻ ഇവിടെ മീമിന് ശബ്ദ ആയതുകൊണ്ട് ഉന്നത്ത് ചെയ്യണം അല്ലേ സുമ്മൻ സുമ്മൻ ഹാനൻ ഇവിടെ ഹാക്ക് അലിഫ് മദ് വന്നതുകൊണ്ട് ഹാ എന്നും നൂനിന് ശബ്ദ വരുമ്പോൾ ഉന്നത്തും ചെയ്യണം ഹാനൻ ഹാനൻ അദുവൻ 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 അറബിയൻ 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 ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് തെൻമീൻ ബില്ലൊമ്മ് വന്നാൽ ആ വാക്ക് വായിക്കണം തെൻമീൻ ബില്ലൊമ്മും ശ്രദ്ധയും വരുമ്പോൾ ആ ഒരു വാക്ക് ആ ഒരു വേർഡ് ഒരു കെലിമത്ത് നമ്മൾ വായിക്കേണ്ടത് ഈ രീതിയിലൂടെയാണ് അപ്പോൾ ഏകദേശം അറബി എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളത് ഒരു ചെറിയ ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഈ വീഡിയോസ് ഇതുവരെയുള്ള നമ്മളുടെ ഈസി അറബിക് ലേണിംഗ് എന്നുള്ള പ്ലേലിസ്റ്റുള്ള ആ വീഡിയോസ് കണ്ടിന്യൂ ആവർത്തിച്ച് കണ്ടാൽ ഞാൻ ഉറപ്പായിട്ടും പറയണം നിങ്ങൾക്ക് എല്ലാവർക്കും അറബി നന്നായിട്ട് വായിക്കാൻ കഴിയും നന്നായിട്ട് തന്നെ വായിക്കാൻ കഴിയും അതുപോലെ തന്നെ ഖുർആനും നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ കഴിയും ഖുർആനിൽ കുറച്ച് തിജവീദിൻ്റെ നിയമങ്ങൾ വരുന്നുണ്ട് അത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും ഖുർആൻ വായിക്കാൻ നമുക്ക് ഇതുകൊണ്ട് സാധിക്കും ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു